പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രണ്ടാം ദിനവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. വിവിധ വിഷയങ്ങളിൽ ഉയർന്ന ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു രണ്ടാം ദിനവും പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. രാവിലെ ലോക്സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേള ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. സഭാ നടപടികൾ സുഗമമായി നടത്തുന്നതിൽ സഹകരിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. सभी मुद्दों पर चर्चा करने का अवसर दिया जाएगा। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റിന്റെ വിവിധ കമ്മിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള പ്രമേയങ്ങൾ സഭ അംഗീകരിച്ചു. തുടർന്ന് സഭ സമ്മേളിച്ചെങ്കിലും പ്ലക്കാർഡുകളേന്തി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. सभी माननीय सदस्यों का यह व्यवहार उचित है? पूरा देश सदन की कार्रवाई देख रहा है. मैं आप सबसे प्रार्थना करती हूं कि आप सब अपने अपनी सीट पर विराजें और सदन की कार्रवाई को चलने दीजिए. തുടർന്ന് 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് ഇന്ന് നടന്നത്. നീറ്റ് വിഷയത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധ മാർച്ചിനിടെയുള്ള പോലീസിന്റെ ഇടപെടൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു. दुर्दैवी घटना हो गई और वो दुर्दैवी घटना में हमारे जो स्टूडेंट्स पेपर लीक और नीट एग्जामिनेशन के बारे में जो आवाज उठा रहे हैं उनके ऊपर लाठीचार्ज किए, टीयर गैस किए, उनको मारे हॉस्पिटल में സഭ പ്രവർത്തിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ അനുവദിക്കണമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് 2 മണിവരെ രാജ്യസഭ നിർത്തിവെച്ചു. സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ് നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് വീണ്ടും പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.